ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സ്വന്തം ഫോട്ടോ എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് വരച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കണം. അതിനു മുമ്പായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ചോദിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുന്നത്. ഈ പേജിൽ ഈ ആപ്പിനെ കുറിച്ച് പൂർണ്ണമായ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാം. അതിൻ്റെ താഴെ ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന 2 ഓപ്ഷനുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ആപ്പിൻ്റെ ഡൗൺലോഡ് പേജിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പ്ലേയിൽ ഈ ആപ്പിൻ്റെ ഡൗൺലോഡ് പേജിലേക്ക് ചെന്നു. സ്കെച്ച് ഫോട്ടോ മേക്കർ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളങ്ങനെ ഈ ആപ്പ് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ആപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. വെറും 5 MB മാത്രമുള്ളൂ ഈ ആപ്പ്. അപ്പോൾ അങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പിലേക്ക് പ്രവേശിക്കുക. ഓപ്പൺ ചെയ്ത് ആപ്പിലേക്ക് കടക്കുക. എന്നിട്ട് ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. റിമൂവ് ആഡ്സ്, ഗാലറി എന്ന 2 ഓപ്ഷൻ കാണും. ഈ റിമൂവ് ആഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ഇടയിൽ ചില പരസ്യങ്ങൾ വന്നുകൊണ്ട് ശല്യം ചെയ്യും. അപ്പോൾ പരസ്യങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രൊവേഴ്സ് ഉണ്ട്, കാശ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന, പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന. അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ റിമൂവ് ആഡ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് വാങ്ങാം. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയ രൂപത്തിൽ പരസ്യങ്ങൾ വരും എന്ന പ്രശ്നമാണല്ലോ, അത് വലിയ കാര്യമാക്കാനൊന്നുമില്ല. നമുക്ക് നേരെ ഗാലറി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗാലറിയിലുള്ള കുറേ ഫോട്ടോസ്, നമുക്ക് ഏത് ഫോട്ടോസാണ് നമ്മുടേതാണോ അല്ലെ നമ്മുടെ ആരുടെ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് എടുത്തിട്ട് അത് നമുക്ക് സ്കെച്ചായിട്ട് ഉപയോഗിക്കും. ഉദാഹരണം ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഫോട്ടോ, ഈ ചെറിയ ഒരു ബേബിയുടെ ഫോട്ടോ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്കിത് ക്രോപ്പ് ചെയ്യേ, ഏത് രൂപത്തിൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്യേ, അങ്ങനെ അതുപോലെ ചെറുതാക്കുക, അല്ലെങ്കിൽ ഇവിടെ താഴെ കുറച്ച് മാനുവലായിട്ട് കുറച്ച് ഓപ്ഷൻ അളവുകൾ കൊടുത്തിട്ടുണ്ട്. 4:5, 6 ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഏത് രൂപത്തിൽ നമുക്ക് സൗകര്യം അനുസരിച്ച് നമുക്ക് വലിപ്പം ക്രമീകരിച്ചതിന് ശേഷം നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും, സ്കെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു അളവെടുത്തു. എന്നിട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ആ കുട്ടിയുടെ ഫോട്ടോ അത് ഈ ആപ്പ് തന്നെ നമുക്ക് വരച്ച് നല്ല രൂപത്തിൽ വരച്ച് നമുക്ക് തരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇൻട്രോ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് വേണ്ടതിൻ്റെ നമുക്ക് എന്തിൻ്റെ ഒരു സ്കെച്ചാണ് വേണ്ടത് അത് നമ്മളൊരു ഫോട്ടോ രൂപത്തിലാക്കിയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഇത് വരച്ച് തരും. ഈ ആപ്പ് തന്നെ വരച്ച് തരും. ഇതിനിടയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പല കളറിൽ. OLD 3, 4 അങ്ങനെ പറഞ്ഞിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ക്ലിക്ക് ചെയ്താൽ വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ കിട്ടും. ഇതൊക്കെ നല്ല ഒരു കാണാൻ ഒരു ഭംഗിയുള്ള കളറാണ്. പല കളറുകളുണ്ട്. ഇതുണ്ടല്ലേ, ഈ പെയിൻറ്റിങ്, അതുപോലെ ഒരുപാട് ഇതിൽ തന്നെ ഓപ്ഷൻസ് പറയുന്നത്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത് ബോർഡിൽ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ പ്രിൻ്റ് എടുത്ത രൂപം എങ്ങനെ ഉണ്ടാവും, അതുപോലെ വാട്ടർമാർക്ക്, ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് നല്ലൊരു സൂപ്പർ ആപ്പാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഈ മേലെ ക്ലിക്ക് ചെയ്താൽ ഈ മേലെ ഇങ്ങനെ എഡിറ്റർ, പിന്നെ ഇങ്ങനെ ഒരു സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ സേവ് ചെയ്ത് നമുക്ക് നേരിട്ട് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കിയ ഗാലറിയിലേക്കോ ഇൻസ്റ്റഗ്രാമിലേക്കോ FBയിലേക്കോ എവിടേക്കും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള എന്തൊക്കെയോ വാട്സപ്പ്, ഫേസ്ബുക്ക് പോലത്തെ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് സേവ് ചെയ്യാൻ കഴിയും. ഞാൻ തൽക്കാലം എൻ്റെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഫോട്ടോ ഗാലറി സേവ് ആയി. ഇനി നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ പച്ച കൊടുത്ത് നമുക്കിത് ഒരു പച്ച, നീല, ചുവപ്പ് അങ്ങനെ ഓപ്ഷനുകളൊക്കെ ഉണ്ടാകും. ജസ്റ്റ് ഇത് മാറ്റം വരും. അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. എന്നിട്ട് ടിക്ക് കൊടുത്താൽ മതി. എന്നിട്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ അത് വീണ്ടും സേവ് ആവുന്നതാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായ നല്ലൊരു സൂപ്പർ ആപ്പാണിത്. കൂട്ടുകാർ ഈ ആപ്പ് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായ ഫീലിങ്സും കാര്യങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.